മന്ത് എൻഡിൽ സാലറി വരും. സാലറി വന്നു കഴിഞ്ഞാൽ നേരെ അക്കൗണ്ടിലേക്ക് ചാടുമ്പോൾ ഒരു 2-3 ദിവസം അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ ദിവസം നേരെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡിലേക്കുള്ള പേയ്മെൻറ്റ് പറഞ്ഞിട്ട് വലിച്ചു അല്ലേ. അതായത് ഓരോ മാസം നമ്മളിങ്ങനെ വർക്ക് ചെയ്യണു, അത് നേരെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. പിന്നെ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും നമ്മളിങ്ങനെ ലൈഫിൽ. ക്രെഡിറ്റ് കാർഡ് വല്ലാത്തൊരു സംഭവമാണ്. സംഭവം നല്ല ഉപകാരമാണ് ചില നേരത്ത്. പക്ഷെ ചില നേരത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് മാത്രം, അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോകുന്ന രൂപത്തിലാണ് ചില മൊമെൻറ്റുകൾ നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ. ഇനിയിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇതില്ലാന്നുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല്, അതേപോലെ തന്നെ നമ്മൾ റൂം റെൻറ്റ്, അങ്ങനെ ഓരോ മെസ്സിൻ്റെ ഇത് പഠിച്ചോനെ. അതായത് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ജീവിക്കണ മാതിരിയാണ് ചില സമയത്ത് തോന്നുക. അതായത് നമുക്ക് കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി കുറച്ച് പൈസ ഒക്കെ നോക്കുമ്പോഴേ ബാക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല, മൈനസിലങ്ങനെ കിടക്കുക. ആർക്കെങ്കിലും പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫിലെ. കുറേ ആൾക്കാർക്ക് അങ്ങനെ തന്നെ അല്ലേ. ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടോ? ഉണ്ടാവില്ലേ.